ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ US-ലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും ഇമിഗ്രൻസിന്റെ വിയർപ്പിനാൽ പടുത്തുയർത്തപ്പെട്ട രാജ്യങ്ങളാണ്. ചില അമേരിക്കൻ പ്രസിഡന്റ്സ് ജോർജ് ബുഷ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നതിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവരവരുടെ കുടുംബത്തെയും വീട്ടുകാരെയും ഒക്കെ വിട്ടിവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രയത്നിച്ചതാണ് നമ്മുടെ രാജ്യമെന്ന്. അത് കൃത്യമായി ഈ ഇമിഗ്രൻസിനോട് അവർ തിരിച്ചു കാണിക്കുകയും ചെയ്യും. കാരണം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരോട് അവരുടെ മാക്സിമം ക്ഷേമം, വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നത് ഈ ഗവൺമെന്റുകൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഓസ്ട്രേലിയയിലുള്ള ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും അത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുടിയേറി പാർക്കുന്നവരുടെ വെൽഫെയറിനായിട്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ മേഖലയിലൊക്കെ സർക്കാർ എന്താ ചെയ്യുന്നത്? ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിന് ഓസ്ട്രേലിയ എന്നുള്ളത്. എത്ര രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയ? അപ്പോൾ അതൊരു കോമൺ ക്വസ്റ്റ്യനാണ് മലയാളികളിൽ നിന്ന്. അപ്പോൾ എനിക്ക് അവരോടുള്ള മറുപടി, എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു. ആദ്യം പോയ സമയത്ത് കുറച്ച് പൈസ സേവ് ചെയ്യേണ്ട, നാട്ടിലേക്ക് വരണം എന്നുള്ള. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യും. ഒന്നാമത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ, എനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരാളുടെ സേവിങ്സ് നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സേവ് ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി പോയി. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് കംപ്ലീറ്റ്ലി ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. എനിക്കിനി ക്യാൻസർ വന്നോട്ടെ, എനിക്കിനി എന്ത് മാരകമായ രോഗം വന്നോട്ടെ, അബ്സല്യൂട്ട്ലി 100% ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. ഇനി കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള എൻ്റെ അടുത്ത കൺസേൺ, അത് +2 വരെ എല്ലാ സ്കൂളുകളും ഫ്രീ ആണ്, ഗവൺമെൻറ് സ്കൂളുകൾ. ഇനിയും അവരൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, അവരൊരു മെഡിസിൻ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ എത്ര എക്സ്പെൻസീവ് പഠിച്ചോട്ടെ, ഇവർക്ക് ലോൺ കൊടുക്കുന്നത് ആ കുട്ടികൾക്ക് എഗനസ്റ്റ് യൂണിവേഴ്സിറ്റി പ്ലഡ്ജ് ചെയ്തിട്ട് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ ഗവൺമെൻറ് കൊടുത്തു കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ജോലിയാകുമ്പോൾ ആ കുട്ടികളത് തിരിച്ചടയ്ക്കണം. അപ്പം എൻ്റെ ആരോഗ്യം നോക്കാനില്ല, എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കാനില്ല, പിന്നെ വെൽഫെയർ, എനിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അവർ പൈസ തരും, എനിക്ക് അംഗവൈകല്യം നിന്ന് അവർക്ക് വീക്ക്ലി അവർക്ക് അലവൻസ് തരും, പിന്നെ 67 ആണ് അവർ ഓൾഡ് ഏജ് പെൻഷൻസ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, നമ്മൾ സെക്യൂർഡ് ആണ്. അപ്പോൾ പിന്നെ സേവിങ്സിനേക്കാളും കൂടുതൽ എൻജോയ് ദ ലൈഫ് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഞങ്ങളൊരു എംപ്ലോയർ ആണല്ലോ, ഞങ്ങൾക്ക് 4 ഓഫീസസ് ഉണ്ട് അവിടെ. 38 മണിക്കൂറുള്ള ഒരാൾ ജോലി ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സമ്മതിക്കാത്തതിൻ്റെ പ്രധാന കാരണം 39ാമത്തെ മണിക്കൂർ മൂലം ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ശമ്പളം അത് ഇരട്ടിയാവും. അതേ സംബന്ധിച്ചോളം അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് അധികമാണ്. 38 മണിക്കൂർ ശേഷം നമ്മൾ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് എല്ലാം കൊണ്ടും പൊതുവെ ഒരു വളരെ നല്ല രാജ്യമായിട്ടാണ് ഓസ്ട്രേലിയയെ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, US-ൽ നിന്നും UK-യിൽ നിന്നും കാനഡയിൽ നിന്നും അവിടുത്തെ തദ്ദേശീയർ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ.